വയസ്ത, ധാത്രി, ധാത്രിക, ശാന്ത, ശിവ, പഞ്ചരസ, അതുപോലെ വയസ്ത എന്നീ പല വിധത്തിൽ അനേക വിധത്തിൽ അവയുടെ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നുണ്ട്. വയസ്ത എന്നതുകൊണ്ട് വാർദ്ധക്യത്തിലും യുവത്വത്തെ നിലനിർത്തുന്നു, ധാതുക്കൾക്ക് പോഷണം നൽകി യുവത്വം പുനഃസ്ഥാപിക്കുന്നു എന്നതുകൊണ്ട് വയസ്ത എന്നും. ധാത്രി, ധാത്രി എന്നത് ഒരു അമ്മയെ പോലെ അല്ലെങ്കിൽ ഒരു പോറ്റമ്മയെ പോലെ നമുക്കൊരു മനുഷ്യ ശരീരത്തിന് സംരക്ഷണം നൽകി മറ്റു രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു എന്നതിൽ ധാത്രി എന്നും, അമ്മയെ പോലെ സംരക്ഷണം നൽകുന്നു എന്നതുകൊണ്ട് ധാത്രിക എന്നുമെല്ലാം വിശേഷിപ്പിക്കുന്നു. അമൃത എന്നതുകൊണ്ട് നമുക്ക് മൃതത്വത്തെ ഉണ്ടാക്കാതെ മൃത്യുവെ ഉണ്ടാക്കാതെ ആരോഗ്യത്തെ നിലനിർത്തുന്നു, മറ്റ് രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധ ശക്തിയെ നമുക്ക് നേടിത്തരുന്നു എന്ന അർത്ഥത്തിൽ അമൃത എന്ന് വിശേഷിപ്പിക്കുന്നു. ശാന്ത, ശാന്ത എന്ന് വിശേഷിപ്പിക്കുന്നതുകൊണ്ട് ആ ഔഷധത്തിൻ്റെ ആ നെല്ലിയുടെ ശാന്ത സ്വഭാവത്തെ, ശീതഗുണത്തെ, മധുരരസത്തെ, ശീതവീര്യത്തെ എല്ലാമാണ് ഉദ്ബോധിപ്പിക്കുന്നത്. നമുക്ക് ആ ഔഷധത്തിൻ്റെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എങ്ങനെ അവ പ്രവർത്തിക്കുന്നു എന്ന ആ വാക്കിൽ നിന്ന് തന്നെ ഒരു ശാന്ത സ്വഭാവം അല്ലെങ്കിൽ പൈത്തികമായിട്ടുള്ള ടെൻഷനുകൾ, തലവേദന മുതലായിട്ടുള്ള അവസരങ്ങളിൽ അതിനെയെല്ലാം സമാശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ശാന്തതയെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നു. ഇനി അടുത്താണ് ശിവ. ശിവ എന്നതുകൊണ്ട് സർവ്വമംഗളങ്ങളും ഭവിക്കുന്നു. ഈ നെല്ലിക്കയുടെ ഉപയോഗം കൊണ്ട് സർവ്വമംഗളങ്ങളും, ഒരു മനുഷ്യൻ്റെ ആരോഗ്യമാണ് അവന് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്വത്ത്, സമ്പത്ത്. അപ്പോൾ സർവ്വമംഗളങ്ങളും ഇതിനാൽ ലഭിക്കുന്നു എന്നതുകൊണ്ട് ശിവ എന്നും. അതുപോലെ പഞ്ചരസ, പഞ്ചരസ എന്നത് ഷഡ്രസങ്ങളിൽ 5 രസങ്ങളും ഈ നെല്ലിക്കയിൽ അല്ലെങ്കിൽ നെല്ലിയിൽ അടങ്ങിയിരിക്കുന്നു. ലവണം എന്നൊരു രസം ഒഴികെ ബാക്കി എല്ലാ രസങ്ങളും നിന്നുകൊണ്ട് ശരീരത്തിന് പ്രതിരോധ ശക്തിയും ശരീരത്തിന് ആരോഗ്യത്തെയും പ്രദാനം ചെയ്യുന്നു എന്നതിൽ പഞ്ചരസ എന്നും. ആമലകി, വളരെ സാധാരണമായിട്ട് സർവ്വസാധാരണമായിട്ട് നമുക്കറിയുന്ന ഒരു വാക്കാണ് ആമലകി. അമ്ലത്വത്തെയും അതുപോലെ മധുരരസത്തെയും ശീതഗുണത്തെയും എല്ലാം ഉൾക്കൊള്ളുന്നു എന്ന അർത്ഥത്തിലാണ് ആമലകി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന് ഏറ്റവും മനോഹാരിത നൽകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ വർണ്ണവൈവിധ്യങ്ങളാണെന്ന് പറയേണ്ടി വരും. നോക്കൂ, ചില സമയങ്ങളിൽ ഈ മരങ്ങളെല്ലാം പൂക്കും. ഈ പുഴ ഒഴുകുന്നതും മരങ്ങളുടെ പച്ചപ്പും ഇതിൻ്റെ ഈ വൈവിധ്യവും കാടിൻ്റെ ഈ വന്യതയെല്ലാം കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാനുള്ളൊരു കഴിവ് ഈശ്വരൻ തന്നതിൽ നമുക്കെന്നും നന്ദി പറയാം. ഈ കണ്ണിൻ്റെ കാഴ്ചശക്തി ഒന്ന് കുറഞ്ഞു പോയാൽ എന്തൊരു അവസ്ഥയായിരിക്കും അതൊന്ന് ആലോചിച്ച് നോക്കൂ, ചിന്തിക്കാൻ കൂടി കഴിയുക. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയാതെ നോക്കാനുള്ളൊരു കഴിവ് നെല്ലിക്കയ്ക്കുണ്ട്. നെല്ലിക്ക നേത്രരോഗ ചികിത്സയിൽ ഏറ്റവും പ്രധാന ഔഷധമാണ്. നേത്രചികിത്സയ്ക്ക് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലൊന്നാണ് നെല്ലിക്ക. കാരണം കണ്ണ് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ കണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം കൂട്ടാണ് ത്രിഫല എന്ന് പറയുന്നത്. ഈ ത്രിഫലയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാന ഘടകവും നെല്ലിക്ക തന്നെയാണ്. നേത്ര ചികിത്സയിൽ വളരെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. തക്രധാര എന്നാണ് ഈ ട്രീറ്റ്മെൻറ്റിന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഉപയോഗിക്കുന്ന മരുന്ന്, നമ്മൾ തക്രധാരയ്ക്ക് ഈ വീണുകൊണ്ടിരിക്കുന്ന ഈ മെഡിസിൻ, അത് മോരും പലവിധ കഷായങ്ങളും ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. പ്രധാനമായിട്ടും ചില പ്രത്യേകതരം നേത്രരോഗങ്ങളിലാണ് തക്രധാര മെയിൻ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യുന്നത്. അതുതന്നെ രക്തപിത്ത സ്വഭാവം കൂടുതലുള്ള അസുഖങ്ങൾ കണ്ണിൽ വരുന്ന, അതായത് ബ്ലീഡിങ് മുതലായ, പ്രധാനമായിട്ടും നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് കണ്ണിൽ. അത് പ്രമേഹം വളരെ ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ കുറച്ചു കാലം കഴിയുമ്പം കണ്ണിനകത്ത് ബ്ലഡ് വെസലൊക്കെ റപ്ചർ ചെയ്ത് ബ്ലീഡിങ് വന്ന് അങ്ങനെ കാഴ്ച പോകുന്ന ഒരു കണ്ടീഷനാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള അസുഖത്തിലാണ് കൂടുതലായിട്ട് തക്രധാര എന്നുള്ള ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൽ ഉപയോഗിക്കുന്ന ഈ മരുന്നുകൾ, ഈ ഒഴുക്കുന്ന ഈ കഷായം, അത് മോരും ഞാൻ മുമ്പ് പറഞ്ഞു നെല്ലിക്ക കഷായം കൂടെ ചേർന്നാണ്, രണ്ടിനും ശീതവീര്യമുള്ളതാണ്. അപ്പോൾ ഇതങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കണ്ണിൽ വരുന്ന എല്ലാത്തിൻ്റെയും ബ്രെയിനിൽ നിന്നുള്ള ഒരു തുടക്കമാണല്ലോ, നെർവ്സ്, ഞരമ്പുകളുടെ ഒരു തുടക്കം ബ്രെയിനിൽ നിന്ന് കണ്ണിലേക്ക് സപ്ലിമെന്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതിന്റെ റൂട്ട് കോസ്, മൂലം ആയിട്ടുള്ളത് ബ്രെയിനാണ്. അപ്പം അവിടെ ആ ഭാഗത്ത് നമ്മൾ തണുപ്പ് കൊടുക്കുക. അങ്ങനെ ആ ഒരു തണുപ്പ് കൊടുക്കുന്നത് വഴി ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യുക, അതാണ് ഒരു കൺസെപ്റ്റ്. അപ്പം നമ്മൾ കൂടുതലും ആ ശീതം വീര്യം, അതായത് തണുപ്പ് കൂടുതലും കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് വിഭാഗത്തിലാണ് തക്രധാര ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേറെ വിഭാഗം ഓയിൽ ഉപയോഗിച്ച് തലയിൽ ചെയ്യുന്നതിന് ശിരോധാര എന്ന് പറയും. ഇത് വേറെ കണ്ടീഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ തക്രധാര മെയിനായിട്ടും ഗ്ലോക്കോമ പോലുള്ള കണ്ണിനകത്ത് പ്രഷർ കൂടി കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു രോഗമുണ്ട്, അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ മെഡിസിൻ നെല്ലിക്കയാണ് ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെല്ലിക്ക വളരെ ഞാൻ പറഞ്ഞ മുമ്പേ ശീതവീര്യമുള്ളതാണ്, അതിന് റെജ്യൂനേറ്റിംഗ് ആക്ഷൻ വളരെ കൂടുതലായിട്ടുണ്ട്, ഞരമ്പുകളെയൊക്കെ ഉത്തേജിപ്പിക്കുന്നതാണ്. പിന്നെ നെല്ലിക്ക കൊണ്ട് കഷായം വെച്ച് അത് ഈ തക്രവുമായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ കോമ്പിനേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് വരും. അതാണ് തക്രധാരയ്ക്കുള്ള മെയിൻ ഇമ്പോർട്ടൻസ് നേത്ര ചികിത്സയിൽ.